പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 19-ാം തീയതി വ്യാഴാഴ്ച. എന്നോടൊപ്പം ദൈവവചനം ശ്രവിക്കുവാനും വായിക്കുവാനും അപ്പസ്തോല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനുമായി എത്തിയിരിക്കുന്ന നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം. വചനത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആർത്തമായി പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം നമുക്ക് 27-ാം അധ്യായത്തിലെത്തിയിരിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. റോമായിലേക്ക് കപ്പൽ യാത്ര, കൊടുങ്കാറ്റും കപ്പൽ നാശവും, ഈ രണ്ട് ശീർഷകങ്ങളാണ് ഇന്നുള്ളത്. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പാപാന്തകാരത്താൽ മൂടിയ മാനസം പാവനമാക്കിടേണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. സങ്കീർത്തനങ്ങൾ 18:28 ഇപ്രകാരമാണ്: അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. വചനഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 27. ഞങ്ങൾ റോമായിലേക്ക് കപ്പൽ യാത്ര. ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പലിൽ പോകണമെന്ന് തീരുമാനമുണ്ടായി. അവർ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും സെബാസ്തേ സൈന്യവിഭാഗത്തിൻ്റെ ശതാധിപനായ ജൂലിയൂസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ അദ്രാമിത്തിയാത്തിൽ നിന്നുള്ള കപ്പലിൽ കയറി. അത് ഏഷ്യയുടെ തീരത്തുള്ള ഒരു തുറമുഖങ്ങളിലേക്ക് പോകുന്നതായിരുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ തെസലോനിക്ക നഗരവാസിയും മക്കദോനിയക്കാരനുമായ അരിസ്താർക്കൂസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ സീദോനിലിറങ്ങി. ജൂലിയൂസ് പൗലോസിനോട് ദയാപൂർവം പെരുമാറുകയും സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതിനും അവനെ അനുവദിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിന് അടുത്തുകൂടെയാണ് പോയത്. കിലീക്കിയായുടെയും പാംഫീലിയായുടെയും അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിയായിലെ മീറായിലെത്തി. ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാൻഡ്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടു. ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങൾ കുറച്ചധികം ദിവസം മന്ദഗതിയിൽ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് ക്നിലോസിന് എതിരെ എത്തി. മുൻപോട്ട് പോകാൻ കാറ്റ് അനുവദിക്കായികയാൽ സൽമോനയുടെ എതിർവശത്തുകൂടെ ക്രേത്തായുടെ തീരം ചേർന്ന് നീങ്ങി. അതിന് സമീപത്തിലൂടെ ദുർഘടയാത്രയെ തുടർന്ന് ശുഭ തുറമുഖങ്ങൾ എന്നുപേരുള്ള സ്ഥലത്തെത്തി. ലാസായിയ പട്ടണം അതിന് സമീപമാണ്. സമയം വളരെയേറെ നഷ്ടപ്പെട്ടു കപ്പൽ കഴിഞ്ഞിരുന്നു. ഉപവാസകാലം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ യാത്ര ചെയ്യുക അപകടപൂർണവുമായിരുന്നു. അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു: മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും നല്ലതല്ല. മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിൻ്റെ വാക്കുകളെ അല്ല, കപ്പിത്താനെയും കപ്പലുടമയെയുമാണ് അനുസരിച്ചത്. ആ തുറമുഖം ശൈത്യകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലായിരുന്നതിനാൽ അവിടെ നിന്നും പുറപ്പെട്ട് കഴിയുകയാണെങ്കിൽ ഫെനിക്സിൽ എത്തി ശൈത്യകാലം അവിടെ കഴിക്കാമെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു. ക്രേത്തായിലെ ഈ തുറമുഖത്തിൻ്റെ വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു. കൊടുങ്കാറ്റും കപ്പൽ നാശവും
തെക്കൻ കാറ്റ് മന്ദമായി വീശിത്തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശ്യം സാധ്യപ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരമുയർത്തി ക്രേത്തയുടെ തീരം ചേർന്ന് യാത്ര തുടർന്നു. എന്നാൽ പൊടുന്നനെ വടക്ക് കിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു. കാറ്റിനെ എതിർത്ത് നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല. അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിൻ്റെ വഴിക്ക് തന്നെ പോയി. ക്ലെറിയ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിൻ്റെ അരികു ചേർന്ന് കപ്പലോടിക്കുമ്പോൾ കപ്പലിനോട് ബന്ധിച്ചിരുന്ന തോണി വളരെ പ്രയാസപ്പെട്ടാണ് നിയന്ത്രണാധീനമാക്കിയത്. അവർ അത് എടുത്തുയർത്തി കപ്പലിനോട് ചേർത്ത് കെട്ടിയുറപ്പിച്ചു. പിന്നെ സിർത്തിസ് തീരത്ത് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കപ്പൽ ഉറച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു. കപ്പൽ പായകൾ താഴ്ത്തി. കാറ്റിൻ്റെ വഴിക്ക് കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ടു കപ്പൽ ആടിയുലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കപ്പലിൽ എറിയാൻ തുടങ്ങി. മൂന്നാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവെടിഞ്ഞു. പല ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരോട് മധ്യേ നിന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു. ക്രോത്തേയിൽ നിന്ന് യാത്ര തിരിക്കുകയേ അരുതായിരുന്നു. എങ്കിൽ ഈ നാശങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടേണ്ട. സീസറിൻ്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും എന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദ്വീപിൽ നാം ചെന്ന് ചേരും. 14-ാമത്തെ രാത്രി അദ്രിയ കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുകയായിരുന്നു. ഏകദേശം അർദ്ധരാത്രിയോടടുത്തതോടെ ഞങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി. അവർ ആഴം അളന്നു നോക്കിയപ്പോൾ 20 ആൾ താഴ്ചയുണ്ടെന്ന് കണ്ടു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അളന്നു നോക്കി. അപ്പോൾ 15 ആൾ താഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കപ്പൽ പാറകളിൽ ചെന്ന് ഇടിച്ചെങ്കിലോ എന്ന് അവർ ഭയപ്പെട്ടു. അവർ അമരത്ത് നിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതം ആകാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിൻ്റെ അണിയത്ത് നിന്ന് നങ്കൂരമിറക്കാമെന്ന വ്യാജേന തോണി കടലിൽ ഇറക്കി. പൗലോസ് ശതാധിപനോടും ഭടന്മാരോടുമായി പറഞ്ഞു, ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭടന്മാർ തോണിയുടെ കയറ് ഛേദിച്ച് അത് കടലിലേക്ക് തള്ളി. പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ഉത്കണ്ഠാകുലരായി ഒന്നും ഭക്ഷിക്കാതെ കഴിയാൻ തുടങ്ങിയിട്ട് 14 ദിവസമായല്ലോ. അതിനാൽ വല്ലതും ഭക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് ശക്തി പകരും. നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുൻപാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി. അവരും ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെ 276 പേർ ഉണ്ടായിരുന്നു. അവർ മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പ് കടലിലേക്കെറിഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. പ്രഭാതമായപ്പോൾ അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ലെങ്കിലും മണൽത്തിട്ടകളോടുകൂടിയ ഒരു ഉൾക്കടൽ കണ്ടു. കഴിയുമെങ്കിൽ അവിടെ കപ്പലടിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി. ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു.
കാറ്റിനനുസരിച്ച് പായ ഉയർത്തിക്കെട്ടി തീരത്തേക്ക് നീങ്ങി. മുന്നോട്ട് നീങ്ങിയ കപ്പൽ തള്ളി നിന്ന തിട്ടയിൽ ചെന്ന് ഉറച്ചു. കപ്പലിൻ്റെ അണിയം മണ്ണിൽ പുതഞ്ഞു. ചലനരഹിതമായി അമരം തിരമാലയിൽപ്പെട്ടു തകർന്നുപോയി. തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടന്മാരുടെ തീരുമാനം. പൗലോസിനെ രക്ഷിക്കണമെന്നാഗ്രഹിച്ച ശതാധിപൻ ആ ഉദ്യമത്തിൽ നിന്ന് അവരെ തടഞ്ഞു. നീന്താൻ വശമുള്ളവരെല്ലാം ആദ്യം കപ്പലിൽ നിന്ന് ചാടിയും മറ്റുള്ളവർ പലകകളിലെ കപ്പലിൻ്റെ കഷ്ണങ്ങളിലോ പിടിച്ചു നിർത്തി. മറ്റുള്ളവർ പലകകളിലോ കപ്പലിൻ്റെ കഷ്ണങ്ങളിലോ പിടിച്ചും നീന്തി കരയ്ക്ക് കയറാൻ അവൻ ആജ്ഞാപിച്ചു. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ അധ്യായം കുറച്ച് ദീർഘമേറിയതായിരുന്നു. ഈ നിമിഷങ്ങൾ അത്രയും എന്നോടൊപ്പം വചനവായനയിൽ പങ്കെടുത്ത നിങ്ങളെ ഏവരെയും ചില ഭാഗങ്ങളിൽ ചില കുറവുകളുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെന്നോട് സദയം ക്ഷമിക്കുക. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ ഇതൊരു പ്രേക്ഷിത വേലയായി നമുക്ക് കരുതാവുന്നതാണ്. നന്ദി. സ്നേഹപൂർവ്വം.